ഈ ബക്കറ്റിൽ നിറയെ ജലമുണ്ട്. ഇതിനടിയിൽ ഒരു കുപ്പി താഴ്ന്നു കിടക്കുന്നു. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുപ്പിയാണ്. ഇതിൽ വെള്ളം നിറയുമ്പോൾ സ്വാഭാവികമായും അത് താഴ്ന്നു പോകും. ഈ കുപ്പിയെ ഈ ബക്കറ്റിന്റെ മുകളിലേക്ക് എത്തിക്കണം. ബക്കറ്റിൽ കൈയിട്ട് അതിനെ ഉയർത്തിയെടുക്കാൻ പാടില്ല. പകരം ഈ സംവിധാനം ഉപയോഗിക്കാം. ഒരു പ്ലാസ്റ്റിക് പൈപ്പുണ്ട്. അതിനറ്റത്ത് ഒരു ബലൂൺ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ ബലൂണിനെ കുപ്പിക്കുള്ളിലേക്ക് കടത്തി വെച്ച് ഇത് പിടിച്ച് ഉയർത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ പൈപ്പ് കുപ്പിക്കുള്ളിൽ നിന്ന് ഊരിപ്പോരും. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഞാൻ ഈ ബലൂണിനെ കുപ്പിയുടെ അടിയിലേക്ക് ഇറക്കി വെക്കുന്നു. കുപ്പിയെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി വെക്കുന്നു. ഇനി ഈ ട്യൂബിന്റെ അറ്റത്ത് കൂടി ഊതുകയാണ്. നമുക്ക് നോക്കാം. കുപ്പി വീണ്ടും വെള്ളത്തിന് മുകളിലെത്തി. ഇവിടെ നിന്ന് കൈയെടുക്കുമ്പോൾ അത് വീണ്ടും താഴ്ന്നു പോകുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രം? നമുക്ക് നോക്കാം. ഇതിലൂടെ ഊതുമ്പോൾ ബലൂണിന് എന്ത് സംഭവിക്കുന്നു, കുപ്പിക്കുള്ളിലുള്ള വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ബലൂൺ കുപ്പിക്കുള്ളിൽ വീർക്കുന്നു. ഒപ്പം കുപ്പിക്കുള്ളിലുള്ള വെള്ളം പുറത്തു പോകുന്നു. നേരത്തെ വെള്ളം നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ബലൂണും അതിനുള്ളിലുള്ള വായുവുമാണ് നിൽക്കുന്നത്. വെള്ളത്തെക്കാൾ ഭാരം കുറവാണ് വായുവിന്. അപ്പോൾ ഈ കുപ്പിയും അതിനകത്തുള്ള വെള്ളവും ചേർന്ന് നിന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ ഭാരമാണ് കുപ്പിയും അതിനകത്തുള്ള ബലൂണും അതിലുള്ള വായുവും ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളത്. അതിന്റെ ഫലം എന്താണ്? ഈ ബോട്ടിലിന്റെ വ്യാപ്തം മാറുന്നില്ല, പക്ഷെ അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന വസ്തുക്കളുടെ ഭാരം കുറയുന്നു. വ്യാപ്തം മാറാതെ ഭാരം കുറയുമ്പോൾ കുപ്പിയുടെ മൊത്തത്തിലുള്ള സാന്ദ്രത കുറയുന്നു. സാന്ദ്രത കുറയുമ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു വരുന്നു. നാം ഇവിടെ നിന്ന് കൈയെടുക്കുമ്പോൾ ഉള്ളിൽ കയറിയ വായു ബലൂണിൽ നിന്ന് പുറത്തു പോകുന്നു. ബലൂൺ ചുരുങ്ങുന്നു. അന്നേരം കുപ്പിയിലേക്ക് വെള്ളം കയറുന്നു. കുപ്പിയുടെ ഭാരം കൂടുന്നു. അങ്ങനെ സാന്ദ്രത കൂടുന്നു. അതുകൊണ്ടാണ് കുപ്പി താഴേക്ക് താഴുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ സാന്ദ്രത വെള്ളത്തെക്കാൾ കൂടിയാൽ അത് വെള്ളത്തിൽ താഴുമെന്നും വെള്ളത്തെക്കാൾ കുറഞ്ഞാൽ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വരുമെന്നും നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാം.